Hi students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് അല്ലെ മൾട്ടിപ്പിൾ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് എഴുതുക എന്നതിനെ കുറിച്ചുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ്. അപ്പൊ എന്താണ് ഒരു ഫീൽഡ്? ഇറ്റ് ഈസ് ദ സ്പേസ് അറൌണ്ട് ദ ചാർജ് വേർ ഇറ്റ്സ് എഫക്ട് ഈസ് ഫെൽറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ചാർജിന് ചുറ്റും ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻ ആണ് എന്തെന്ന് പറയാം, ഫീൽഡ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പഠിച്ചു. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ പ്ലേസിൽ കൊണ്ടുപോയി വെക്കണം. അപ്പൊ ചാർജ് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഫീൽഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഫീൽഡ് എങ്ങനെയാ നമ്മൾ എഴുതുക? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to 1/4 pi epsilon 0 into Q divided by R square. ഓക്കെ, ഇനി ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആ വെക്റ്റർ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതാം? വെക്റ്റർ E is equal to 1/4 pi epsilon 0 into Q divided by R square into R cap. ഓക്കെ, R cap എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ ആണ്. അപ്പോ വെക്റ്റർ ഫോമിൽ നമ്മൾ എന്തിനെ എഴുതി? ഫീൽഡിനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ലാർജ് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ചാർജസ് ആണ് അല്ലെ. മൾട്ടിപ്പിൾ ചാർജ് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ചാർജസ് നമ്മുടെ കയ്യിലുണ്ട്. ആ ചാർജിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം Q1, Q2, Q3, Q4 എക്സെട്ര ടു Qn. നമുക്ക് ഈ ഒരു ഗിവൺ പോയിന്റ് എടുക്കാം. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതൊരു ഗിവൺ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ പോയിന്റില് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യാം. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ +1 കൂളംബ് ഓഫ് ചാർജ്. ഓക്കെ, അപ്പൊ നോക്കിയ Q1 എന്ന് പറയുന്ന ഈ ചാർജ് ഈ +1 കൂളംബിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് അവിടുത്തെ എന്തെന്ന് പറയാ, ഫീൽഡ് അല്ലെ. ഇനി Q2 ചാർജും എന്തുവരും? +1 കൂളംബിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു, അത് അവിടുത്തെ ഫീൽഡ് എന്ന് പറയാം. Q3 ചാർജും കൊടുക്കും. അങ്ങനെ എല്ലാ ചാർജസും +1 കൂളംബിലേക്ക് ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഫീൽഡ് എന്ന് പറയാം. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ അതിനു മുന്നേ Q1 which is at a distance R1 from the unit positive charge, Q2 which is at a distance R2 from the unit positive charge, Q3 be at a distance R3, Q4 is at a distance R4, Qn is at a distance Rn from the unit positive charge. Okay, അപ്പൊ ഇനി നമുക്കൊന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു Q1 ചാർജ് ദാറ്റ് ഈസ് വെക്റ്റർ E1. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു Q1 ദാറ്റ് ഈസ് വെക്റ്റർ E1 ഈക്വൽ ടു 1/4 pi epsilon 0 into Q1 divided by R1 square into R1 cap. Okay, electric field at the point P due to Q2 charge that is vector E2 equal to 1/4 pi epsilon 0 into Q2 divided by R2 square into R2 cap. Okay, similarly നമുക്ക് എഴുതാം വെക്റ്റർ En, nth ചാർജ് കൊണ്ടുണ്ടായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 into Qn divided by Rn square into Rn cap. Okay, അപ്പോ എല്ലാ ഫീൽഡും നമ്മൾ എഴുതി.
അപ്പൊ നെറ്റ് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, therefore net electric field E net is equal to എങ്ങനെ എഴുതാൻ പറ്റും? വെക്ടർ E1 plus വെക്ടർ E2 plus വെക്ടർ E3 plus etc to വെക്ടർ En. ഇനി നമ്മൾ എന്താ ചെയ്യാം? E1നും E2ന്റെയും E3യുടെ ഒക്കെ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. 1/4 pi epsilon 0 into Q1 divided by R1 square into R1 cap plus 1/4 pi epsilon 0 into Q2 divided by R2 square into R2 cap plus etc to 1/4 pi epsilon 0 into Qn divided by Rn square into Rn cap. അപ്പൊ നമ്മള് ഫീൽഡിന്റെ E1 എഴുതി, E2ന്റെ വാല്യൂ എഴുതി, E3യുടെ വാല്യൂ എഴുതി, അങ്ങനെ എല്ലാത്തിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മുടെ പരിപാടി എന്താണ്? കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, 1/4 pi epsilon 0 എല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് എഴുതാം? പുറത്തേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ വെക്ടർ E net is equal to 1/4 pi epsilon 0 into അത് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ, അതിനെ പുറത്തേക്ക് എടുത്തു. Q1 divided by R1 square into R1 cap plus Q2 divided by R2 square into R2 cap plus etc to Qn divided by Rn square into Rn cap. Okay, that is equal to 1/4 pi epsilon 0 into ഇവിടെ എന്ത് ചെയ്തേക്കുക? എല്ലാ ടേംസും നമ്മൾ ആഡ് ചെയ്തേക്കാണ്. അപ്പൊ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ കൊടുക്കുക? സമ്മേഷൻ കൊടുക്കും. സമ്മേഷൻ എവിടെ മുതൽ എവിടം വരെയാ ചാർജ് വേരി ചെയ്യുന്ന? ചാർജിന്റെ Q1, Q2, Q3 etc to Qn. 1 മുതൽ n വരെയാണ് വേരി ചെയ്യുക. അപ്പൊ സമ്മേഷൻ I is equal to 1 to n. ഓക്കെ, QI divided by ഇവിടെ ആറിന്റെ വാല്യൂ R1, R2, R3 etc to Rn വരെയാണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? Ri സ്ക്വയർ ഇൻറ്റു Ri ക്യാപ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജിന്റെ ഇക്വേഷൻ. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓരോ ചാർജ് കൊടുക്കുന്ന ഫീൽഡിന്റെയും ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻസ് എല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. കോമൺ ആയിട്ട് വരുന്നതിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, this is the superposition principle in field. Okay, superposition principle അനുസരിച്ച് എന്താണ് പറയാ? Net field experienced on a unit positive charge is the vector sum of the field due to individual charges. ഓരോ ചാർജും കൊടുക്കുന്ന ഫീൽഡിന്റെ വെക്ടർ സം ആണ് എന്തെന്ന് പറയാം? നെറ്റ് ഫീൽഡ് എന്ന് പറയാം. അപ്പോ നെറ്റ് ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ given point is the vector sum of the field due to individual charges. Okay, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുക്കണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് നമ്മുടെ കയ്യിലുണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പോസിറ്റീവ് ചാർജിന്റെ കേസ് എടുക്കാം. പോസിറ്റീവ് ചാർജിന്റെ കേസിൽ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും? എമർജിങ് ഔട്ട് ആണ്, പുറത്തേക്കാണ് പോവുക. അപ്പൊ ആരോ മാർക്ക് ശ്രദ്ധിച്ച്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസസ് ആർ റേഡിയലി ഔട്ട്വേർഡ്സ് ഫ്രം എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചാർജിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഇൻവേർട്സ് ആയിരിക്കും, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്.
അപ്പൊ നമുക്കൊരു നെഗറ്റീവ് ചാർജിന്റെ കേസിൽ എങ്ങനെ എടുക്കാം? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഇൻവേർട്സ് ടു ദി നെഗറ്റീവ് ചാർജ്. അപ്പോ ആരോ മാർക്ക് ഉണ്ടോ? ആരോ മാർക്കില് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യാണ്? നെഗറ്റീവ് ചാർജിലേക്ക് വന്ന് എൻഡ് ചെയ്യാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇൻവേർട്സ് ടു ദി നെഗറ്റീവ് ചാർജ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നു. ഇനി നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസസ് എല്ലാം വന്നു തരും. ഓക്കെ, അപ്പൊ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്താലോ? ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, അടുത്ത് തന്നെ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ ഈ കേസിൽ എങ്ങനെയാ സംഭവിക്കുക? പോസിറ്റീവ് ചാർജിൽ നിന്നും ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജില് ലൈൻസ് എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. അല്ലെ, പോസിറ്റീവ് ചാർജിൽ നിന്ന് നമുക്ക് ലൈൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നെഗറ്റീവ് ചാർജിൽ ചെന്ന് ആ ലൈൻസ് എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസസ് ആ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's the path along which unit positive charge will move. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസസ് ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡിങ് ഇൻ നെഗറ്റീവ് ചാർജ്. ഇനി ടു ഗെറ്റ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് we want to draw a tangent at that point. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു നോക്കാം. To find out the electric field intensity at this point, we want to draw a tangent. ഇപ്പൊ ഇവിടത്തെ കണ്ടുപിടിക്കണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പോയിന്റിലെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കാം. But tangent at any point which gives the direction of electric field intensity. Okay. ഇനി നമുക്ക് പറയാം, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസസ് ഒക്കെ എപ്പോഴും എങ്ങനെയായിരിക്കും? പാരലൽ ടു ഈച്ച് അതർ. ഇപ്പൊ ഈ ഫിഗർ കാണുമ്പോ നിങ്ങൾക്ക് തന്നെ തോന്നാം, ഇത് പാരലൽ ആണോ? കേർവ്ഡ് ആയിട്ട് കിടക്കുകയാണ്, പിന്നെ എങ്ങനെ പാരലൽ ആണെന്ന് പറയും? നമുക്ക് ഓരോ ചെറിയ ക്രോസ് സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു ചെറിയ ക്രോസ് സെക്ഷൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്തുവരും? ഈ രണ്ട് ലൈൻസും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടാണ് വരിക. അല്ലെ, ഓരോ ഗിവൺ ഇൻസ്റ്റന്റിലെയും അല്ലെങ്കിൽ ആ ഒരു ചെറിയ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എങ്ങനെയായിരിക്കും? പാരലൽ ആണ്. അപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിട്ടാ പറയാ? ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസസ് ആർ ഓൾവേസ് എങ്ങനെയായിരിക്കും? പാരലൽ ടു ഈച്ച് അതർ. അപ്പോ ഒരു പോയിന്റും കൂടെ കിട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസസ് ആർ പാരലൽ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് പറയാം, ടു ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട്. ഇപ്പൊ ഇങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതാ ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം ഇപ്പൊ ഈ ലൈൻ എടുക്കുകയാണെങ്കിൽ അല്ലെ, ഈ ഒരു ഗിവൺ പോയിന്റില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി ഈ ലൈൻ എടുക്കുകയാണെങ്കിലോ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഒരു ഗിവൺ പോയിന്റില് നമുക്ക് എത്ര ഡയറക്ഷൻ കിട്ടി? രണ്ട് ഡയറക്ഷൻ. ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഒരു പോയിന്റിൽ എത്ര ഡയറക്ഷനേ പാടുള്ളൂ? ഒരു ഡയറക്ഷൻ. ഓക്കെ, അപ്പോ ടു ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട്. ഇഫ് ടു ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ഇന്റർസെക്ട്, വി ഗെറ്റ് two different directions. It is not possible for a vector quantity. Okay, അതാണ് അടുത്ത പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിന് അടുത്ത് അല്ലെ, ഇപ്പൊ ഇവിടെ ഒത്തിരി ലൈൻസ് ഉണ്ട്. 1 2 3 4 5 6 7 അല്ലെ, അങ്ങനെ ഒത്തിരി ലൈൻസ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ അവിടെയും എന്തുവരും? ഒത്തിരി ലൈൻസ് ഉണ്ട്. അങ്ങനെ ലൈൻസ് ക്രൗഡഡ് ആയിട്ടിരിക്കുന്നത്, വളരെ തിങ്ങി നിറഞ്ഞ ലൈൻസ് ഇരിക്കുകയാണെങ്കിൽ ആ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ക്രൗഡഡ് ലൈൻസ് റെപ്രസെന്റ്സ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ റീജിയനില് ഈ ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നു?
കുറെ സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈൻ. ഈ ലൈനിൽ നിന്ന് വീണ്ടും സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈൻ. അപ്പൊ ഇവിടെ എന്ത് വരും? സ്പേസ്ഡ് ലൈൻസ് ആണ്. വളരെ കുറച്ച് ലൈൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സ്പേസ്ഡ് ലൈൻസ് റെപ്രസെന്റ്സ് വീക്ക് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ക്രൗഡഡ് ലൈൻസ് റെപ്രസെന്റ്സ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സ്പേസ്ഡ് ലൈൻസ് റെപ്രസെന്റ്സ് വീക്ക് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അടുത്ത പോയിന്റ് ആയി. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ദ ചാർജ് ഫ്രീ റീജിയൻ. ഇപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ റീജിയനിൽ ഒന്നും ചാർജ് ഇല്ല, അല്ലെ? ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ ചാർജ് അവിടെ ഇല്ല. അങ്ങനെ ചാർജ് ഫ്രീ റീജിയനില് ഇലക്ട്രിക് ലൈൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് ആണ്. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ ലൈൻസ് ഇവിടെ ചെന്നേ നിൽക്കുള്ളൂ, എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പോയേക്കാണ്. ഓക്കെ, പറയാം ഇൻ ദ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ കണ്ടിന്യൂസ്. അതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ലൈൻസ് നോക്കിയാൽ കണ്ടിന്യൂസ് ആണെങ്കിലും ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആണോ ഫോം ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഡസ് നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ചെന്ന് എൻഡ് ചെയ്യാണ്, അല്ലെ? പിന്നെ ഇവിടെ ഇല്ല, ലൈൻസ് ഇല്ല. അപ്പൊ എന്തുവരും? ക്ലോസ്ഡ് ലൂപ്പ് അല്ല. നോക്കിക്കേ, ക്ലോസ്ഡ് ലൂപ്പ് ആവണമെങ്കിൽ ഇങ്ങനെ കയറി പോണം. പക്ഷെ ഇവിടെ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇല്ല. അപ്പൊ എന്തുവരും? ഇറ്റ് ഡസ് നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്. എന്താ കാരണം? ഫീൽഡ് ലൈൻസ് ബോഡിക്കുള്ളിൽ ഇല്ല. ഓക്കെ, അപ്പൊ എന്തുവരും? ഇറ്റ് ഡസ് നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ് ബിക്കോസ് there is no field lines inside the body. ഈ ബോഡിക്കുള്ളിൽ നോക്കിയാലും ഈ ബോഡിക്കുള്ളിൽ നോക്കിയാലും ഫീൽഡ് ലൈൻസ് ഇല്ല. ഓക്കെ, അപ്പോ there is no field lines inside the body, so it does not form any closed loop. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ പോയിന്റ്സും, ഫീൽഡിന്റെ എല്ലാ പോയിന്റ്സും കിട്ടി. അപ്പൊ എന്തൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പോയിന്റ്സ് എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. Electric lines are radially outward from positive charge and radially inwards to the negative charge. അല്ലെ, ഇലക്ട്രിക് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോകും, നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, ലൈൻസ് ആർ സ്റ്റാർട്ടിംഗ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡിങ് ഇൻ നെഗറ്റീവ് ചാർജ്. അപ്പൊ രണ്ട് ചാർജസ് അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന ലൈൻസ് തുടങ്ങി നെഗറ്റീവ് ചാർജിലേക്ക് ലൈൻസ് വന്നോളും. ഓക്കെ, ടാൻജന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റില് ടാൻജന്റ് വരച്ച് നോക്കുക. ടു ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ പാരലൽ. രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സസ് എപ്പോഴും എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടേ പോവുള്ളൂ. ടു ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട്. രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. കാരണം കൂട്ടിമുട്ടിയാൽ നമുക്ക് എത്ര ഡയറക്ഷൻ കിട്ടും? രണ്ട് ഡയറക്ഷൻ കിട്ടും. ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഒരു ഡയറക്ഷനെ പാടുള്ളൂ. ക്രൗഡഡ് ലൈൻസ് റെപ്രസെന്റ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സ്പേസ്ഡ് ലൈൻസ് ഗീവ്സ് വീക്ക് ഇലക്ട്രിക് ഫീൽഡ്. ക്രൗഡ് ആയിട്ടിരിക്കുന്ന സ്ഥലത്തെ ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്ട്രോങ് ആയിരിക്കും. സ്പേസ്ഡ് ആയിട്ടുള്ള ലൈൻസ് വീക്ക് ഇലക്ട്രിക് ഫീൽഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. Electric lines of forces are continuous in the charge free region. ചാർജ് ഇല്ലാത്ത സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ്. It does not form any closed loop. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. കാരണം ഒരു ബോഡിക്കുള്ളില്, ഓക്കെ, ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇല്ല. ഓക്കെ, അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇല്ലാത്തതിന് കാരണം ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ ചാർജ് ഇരിക്കില്ല. ആ ചാർജ് പെട്ടെന്ന് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ആ ചാർജ്, നമ്മൾ കൊടുക്കുന്ന ചാർജ് എന്തോരം അതിന്റെ സർഫസിലേക്ക് പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണ്. അത് നമ്മൾക്കത് ലേറ്റർ നമുക്കത് പഠിക്കാം. ഓക്കെ, but it does not form any closed loop. Okay, but these are the properties of electric lines of force. That's all about our today's portion. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.